മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരമാണ് നടി മഞ്ജു പത്രോസ്. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള നടി എന്നതിനേക്കാൾ ഉപരി ഒരു റിയാലിറ്റി ഷോയിലൂടെ എത്തി സോഷ്യൽ മീഡിയയിലും മറ്റുമായി വളരെയധികം തരംഗമായി നിൽക്കുന്ന ഒരു താരം എന്ന് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ മഞ്ജുവിൻ്റെ വാർത്തകൾ കാത്തിരിക്കുകയാണ്. മഞ്ജുവും മഞ്ജുവിൻ്റെ ഭർത്താവ് സുനിച്ചനുമായി വേർപിരിഞ്ഞു എന്നത് സത്യമാണ് എന്ന് താരം തന്നെ പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ മകനെ കാണാൻ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല എന്നാണ് ഇപ്പോൾ മഞ്ജു പറയുന്നത്. പക്ഷേ ഞങ്ങൾ നിയമപരമായി വേർപിരിഞ്ഞിട്ടുമില്ല. പലരും പല കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, പല മോശമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ബന്ധം വേണ്ട എന്ന് തോന്നി ഞങ്ങളവിടെ ഉപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മകനെ കാണാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അത് പറയാൻ ഞാൻ ഈ ലോകത്ത് ആരുമല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം വരും, മകനെ കാണും, അവർ പുറത്തു പോകും, സംസാരിക്കും, അതെല്ലാം നടക്കും. പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ടോ കണ്ടിട്ടോ തന്നെ കുറേയധികം നാളുകളായിട്ടുണ്ട്. അതിനോട് താല്പര്യമില്ല രണ്ടാൾക്കും. അതാണ് യഥാർത്ഥ സത്യം. ഡിവോഴ്സിന് ശേഷം സൗഹൃദത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഞങ്ങൾ ആ സൗഹൃദത്തിലാണെങ്കിലും എന്നും ആ സൗഹൃദം സംസാരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ വളരെയധികം സന്തോഷമായി ഞങ്ങളുടെ ജീവിതം നോക്കി പോകുന്നു. ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പ്രേക്ഷകർ വളരെയധികം തന്നെ ചിന്തിക്കുന്നതും ഇതേ വാർത്തയെക്കുറിച്ചാണ് എന്ന് പറയുന്നു. വളരെയധികം തന്നെ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർ കാണുന്നത് പോലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുമുണ്ട് എന്ന് പറയാം. കാരണം മഞ്ജുവിനെ പ്രേക്ഷകർക്ക് നന്നായി അറിയുന്നതാണ്. ഇതിനു മുൻപും സുനിച്ചനെക്കുറിച്ച് മഞ്ജു പറഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് മഞ്ജു സുനിച്ചൻ എന്നറിയപ്പെടാൻ തന്നെയായിരുന്നു താരത്തിന് ഇഷ്ടവും. അതിലൂടെ തന്നെ താരത്തിൻ്റെ പേരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് മഞ്ജുവിനെ കാണുകയും ചെയ്തത്. പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് മാറുകയും ചെയ്തു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നതിനും കാരണം ഇത് തന്നെയാണ് എന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് മാറുകയാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ ഈ തുറന്നു പറച്ചിൽ. തൻ്റെ ദാമ്പത്യം നല്ല രീതിയിൽ പോകാത്തത് കൊണ്ട് അത് വേണ്ട എന്ന് വച്ചു എന്നും അതിനാൽ തന്നെ ഞങ്ങൾ ശത്രുക്കളായി കഴിയുന്നില്ല, മറിച്ച് സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് മഞ്ജു പറയാൻ കാണിച്ച ധൈര്യവും അങ്ങനെ തുറന്നു പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതെന്ന് പ്രേക്ഷകർ കൂടി അംഗീകരിക്കുന്നുണ്ട്. പലരും തുറന്നു പറയാതെ പോകുമ്പോഴാണ് പല കഥകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പാട്ടായി മാറുന്നതെന്നും അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ലെന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.